63,363 കോടി രൂപയുടെ വാർഷിക പദ്ധതിയുമായി റെയിൽവേ ബജറ്റ്. തിരഞ്ഞെടുത്ത ട്രെയിനുകളിൽ സൗജന്യ ഇന്റർനെറ്റ് കണക്ടിവിറ്റി, മൊബൈൽ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സൗകര്യം എന്നിങ്ങനെ അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കാൻ നടപടികളുണ്ട്. മിക്കവാറുമൊക്കെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്തുന്നവ. കേരളത്തിന് കിട്ടിയാൽ കിട്ടി എന്ന മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ മുൻകൂർ ജാമ്യത്തെ സാധൂകരിക്കും വിധത്തിലാണ് റെയിൽവേ മന്ത്രി കേരളത്തെ പരിഗണിച്ചത്. റെയിൽവേ ബജറ്റിന്റെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും വരുന്നു. അതിനു മുമ്പ് എനിക്കൊപ്പം കൃഷ്ണേന്ദു ചേരുന്നു പ്രധാന വാർത്തകളുമായി. ആദ്യം പ്രധാന വാർത്തകളിലൂടെ. ആധുനീകരണത്തിനും സുരക്ഷയ്ക്കും ഊന്നൽ നൽകി റെയിൽവേ ബജറ്റ്. യാത്രാനിരക്ക് കൂട്ടില്ല. ചരക്ക് കടത്തുകൂലി ഇന്ധനവില അടിസ്ഥാനത്തിൽ. പുതിയതായി 67 എക്സ്പ്രസ് ട്രെയിനുകൾ, 27 പാസഞ്ചർ ട്രെയിനുകൾ. റെയിൽവേ കടുത്ത പ്രതിസന്ധിയിലെന്ന് മന്ത്രി. കേരളത്തിന് ഇക്കുറിയും അവഗണന. ഒരു എക്സ്പ്രസ് ട്രെയിനും 2 പാസഞ്ചറും മാത്രം. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി പരാമർശത്തിൽ ഒതുങ്ങി. മുഖ്യമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രിയെയും റെയിൽവേ മന്ത്രിയെയും കണ്ട് പ്രതിഷേധമറിയിക്കുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. കേരളത്തിന് ഒന്നും കിട്ടിയില്ലെന്നത് യാഥാർത്ഥ്യമെന്നും മുഖ്യമന്ത്രി. KM മാണി LDF-ൽ വരുന്നതിൽ സന്തോഷമെന്ന് VS അച്യുതാനന്ദൻ. മാണിയെ എടുക്കുന്ന കാര്യം പാർട്ടി ആലോചിച്ചിട്ടില്ലെന്ന് പിണറായി വിജയൻ. UDF-ൽ ഒരില പോലും അനങ്ങില്ലെന്ന് മുഖ്യമന്ത്രി. മാണിയെ പൂർണ്ണ വിശ്വാസമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാർ 3 മാസത്തിനകം താഴെ വീഴുമെന്ന് പന്ന്യൻ രവീന്ദ്രൻ മീഡിയ വണ്ണിനോട്. അനന്തപുരി ഭക്തിയുടെ നിറവിൽ. ആറ്റുകാൽ പൊങ്കാല നിവേദിച്ച് 10,000 സായുജ്യമടഞ്ഞു. ഇന്ധനവിലയിൽ വരുന്ന മാറ്റമനുസരിച്ച് ചരക്ക് കടത്തുകൂലി മാറ്റാൻ റെയിൽവേ ബജറ്റിൽ നിർദ്ദേശം. വരുന്ന സാമ്പത്തിക വർഷത്തിൽ ചരക്ക് കടത്തുകൂലി ശരാശരി 5% വർദ്ധിക്കും. യാത്രാനിരക്ക് കൂട്ടിയില്ല. സുരക്ഷ ഉറപ്പാക്കാൻ നിരവധി നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ട്. ആധുനികവൽക്കരണത്തിന്റെ വേഗം കൂട്ടും. റെയിൽപാളങ്ങളുടെ നിർമ്മാണം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കുമെന്നും മന്ത്രി പവൻകുമാർ ബൻസൽ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. 1.5 ലക്ഷം ഒഴിവുകൾ നികത്തും. റെയിൽവേ വ്യാപാരവുമായി ബന്ധപ്പെട്ട പരിശീലന കേന്ദ്രം കൊല്ലത്ത് സ്ഥാപിക്കുമെന്നത് മാത്രമാണ് കേരളത്തിന് അനുവദിച്ച പുതിയ പദ്ധതി. I rise to present before this August House the revised estimates for 2012-13 and a statement of estimated receipts and expenditure for 2013-14. റെയിൽവേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും പുതിയ പദ്ധതികൾ നടപ്പാക്കാൻ പണമില്ലെന്നും മന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. ഡീസൽ വില നിശ്ചയിക്കാനുള്ള അധികാരം എണ്ണ കമ്പനികൾക്ക് നൽകിയ സാഹചര്യത്തിൽ റെയിൽവേയുടെ സാമ്പത്തിക ബാധ്യത വർദ്ധിച്ചു. അതിനാലാണ് ചരക്ക് കടത്തുകൂലി ഇന്ധനവിലയെ ആധാരമാക്കി നിശ്ചയിക്കുന്ന സമ്പ്രദായം കൊണ്ടുവരുന്നതെന്ന് പവൻകുമാർ ബൻസൽ പറഞ്ഞു. I propose to effect marginal increase in some of these. These include supplementary charge for superfast trains, reservation fee, clerkage charge, cancellation charge and tatkal charge. However, I propose to abolish the concept of enhanced reservation fee with a view to simplify the fee structure. റിസർവേഷൻ, ക്യാൻസലേഷൻ നിരക്കുകൾ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ മന്ത്രി അതിന്റെ തോത് പറഞ്ഞില്ല. ട്രെയിനുകളിലെയും പ്ലാറ്റ്ഫോമുകളിലെയും ശുചിത്വം ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കും. വൃത്തിയാക്കുന്നതിന് യന്ത്രവൽകൃത സംവിധാനം കൊണ്ടുവരും. സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനിൽ കഗോദ്കർ കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. To strengthen the security of rail passengers, especially women passengers, railways have already created 4 companies of women RPF personnel and another 8 would be set up. കഴിഞ്ഞ ബജറ്റുകളെ അപേക്ഷിച്ച് വൻകിട പദ്ധതികൾ കുറച്ചു മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. റായ്ബറേലിയിൽ ഫോർജ്ഡ് വീൽ ഫാക്ടറി, രാജസ്ഥാനിലെ ബിൽവാരയിൽ മെമോ നിർമ്മാണ യൂണിറ്റ്, ഹരിയാനയിലെ സോനേപേട്ടിൽ കോച്ച് ഫാക്ടറി എന്നിവയാണ് വൻകിട പദ്ധതികളിൽ ചിലത്. മീഡിയ വൺ, ഡൽഹി. ഓരോ ബജറ്റും കഴിയുമ്പോൾ കഴിഞ്ഞ ബജറ്റുകളിലെ പ്രഖ്യാപനം എന്തായി എന്ന അന്വേഷണം നടക്കാറുണ്ടോ? ഈ ബജറ്റ് കഴിയുമ്പോൾ, ഈ ബജറ്റിന്റെ പ്രഖ്യാപനം വരുമ്പോൾ എന്താണ് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതിന്റെ ആവർത്തനം ഈ ബജറ്റിലുള്ളത് എന്ന് പരിശോധിക്കുന്നു സ്പെഷ്യൽ എഡിഷൻ. കഴിഞ്ഞ 2 വർഷത്തെ ബജറ്റുകളിൽ ഗ്രീൻ ഇനീഷ്യേറ്റീവ് 2 ബജറ്റുകളിലും ഉണ്ടായിരുന്നു. വിൻമിൽ സ്ഥാപിക്കും എന്നാണ് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞത്. ഗ്രീൻ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി 321 എസ്കലേറ്ററുകൾ മാതൃകാ റെയിൽവേ സ്റ്റേഷനുകളാക്കുന്നതിന്റെ ഭാഗമായി 321 എസ്കലേറ്ററുകൾ സ്ഥാപിക്കും എന്ന് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. സുരക്ഷയ്ക്കും ശുചിത്വത്തിനും തന്നെയായിരുന്നു കഴിഞ്ഞ ബജറ്റിലും ഊന്നൽ നൽകിയിരുന്നത്. ട്രെയിനുകളും പ്ലാറ്റ്ഫോമുകളും കൂടുതൽ സുരക്ഷിതവും ശുചിത്വമുള്ളതുമാക്കുക എന്ന പദ്ധതിക്ക് മുൻഗണന നൽകും എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിലെ ആദ്യ വാചകം. കഴിഞ്ഞ ബജറ്റിൽ 1 ലക്ഷം പേരെ പുതുതായി റെയിൽവേയിലേക്ക് റിക്രൂട്ട് ചെയ്യും. അത്രയും ഒഴിവുകൾ ഉണ്ട്. അതിലേക്ക് 1 ലക്ഷം പേരെ റിക്രൂട്ട് ചെയ്യും എന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു മുൻപത്തെ ബജറ്റിൽ, അതായത് 2011-2012 ബജറ്റിൽ അന്ന് റെയിൽവേ മന്ത്രിയായിരുന്ന മമതാ ബാനർജി പ്രഖ്യാപിച്ചത് 1.75 ലക്ഷം ഒഴിവുകൾ നികത്തും എന്നായിരുന്നു. അതിൽ തന്നെ പിന്നാക്ക വിഭാഗങ്ങൾക്കും
ശാരീരിക വൈകല്യമുള്ളവർക്കുമായി ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ ഏറെ ഉണ്ടെന്നും അതെല്ലാം നികത്തുമെന്നും മമതാ ബാനർജി അന്നത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇനി ഈ വർഷത്തെ പ്രഖ്യാപനങ്ങളിലേക്ക് നമുക്ക് പോകാം. 2013 ഗ്രീൻ ഇനീഷ്യേറ്റീവ് വീണ്ടും പ്രഖ്യാപിക്കുന്നു. വിൻമില്ലുകളെ കുറിച്ച് പരാമർശമില്ല. പക്ഷേ സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലെവൽ ക്രോസുകൾ സ്ഥാപിക്കും എന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്റ്റേഷനുകളുടെ നവീകരണത്തിന് 179 എസ്കലേറ്ററുകൾ. കഴിഞ്ഞ ബജറ്റിൽ 300-ലധികം എസ്കലേറ്ററുകൾ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഈ ബജറ്റിൽ അത് 179 എസ്കലേറ്ററുകൾ മാത്രമാണ്. മന്ത്രി വീണ്ടും പ്രഖ്യാപിക്കുന്നു 1.52 ലക്ഷം പേരെ റിക്രൂട്ട് ചെയ്യും. അത്രയും ഒഴിവുകൾ റെയിൽവേയിൽ നിലനിൽക്കുന്നുണ്ട്. അത്രയും പേരെ റിക്രൂട്ട് ചെയ്യും ഈ സാമ്പത്തിക വർഷം അല്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം എന്ന് മന്ത്രി പ്രഖ്യാപിക്കുന്നു. ഇതിൽ തന്നെ പിന്നാക്ക വിഭാഗങ്ങൾക്കും ശാരീരിക വൈകല്യമുള്ളവരെയും ഒഴിവുകൾ പ്രത്യേകമായി കണക്കുകൂട്ടി 47,000 ഉണ്ട്. അവ നികത്തും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ബജറ്റിലും സുരക്ഷയ്ക്കും ശുചിത്വത്തിനും മുൻതൂക്കം നൽകുമെന്നും മന്ത്രി പ്രഖ്യാപിക്കുന്നു. ബജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ അടിസ്ഥാനമായി പറയുന്നതും സുരക്ഷയ്ക്കും ശുചിത്വത്തിനുമുള്ള ഊന്നൽ തന്നെയാണ്. 2 ബജറ്റുകളുടെ താരതമ്യം കഴിഞ്ഞിരിക്കുന്നു. ഇനി റെയിൽവേ ബജറ്റിൽ കേരളത്തിന് എന്തൊക്കെയാണ് എന്ന് നോക്കാം. കേരളത്തിന് ഇക്കുറിയും അവഗണന. ഒരു എക്സ്പ്രസ് ട്രെയിനും 2 പാസഞ്ചറും മാത്രമാണ് ഇക്കുറി ലഭിച്ചത്. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി പരാമർശത്തിൽ ഒതുങ്ങി. 67 എക്സ്പ്രസ് ട്രെയിനുകളും 27 പാസഞ്ചറുകളും പുറമെ 5 മെമു 8 ഡെമു മൊത്തം 107 പുതിയ വണ്ടികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. ഇതിൽ കേരളത്തിന് കിട്ടിയത് 3 പാസഞ്ചറുകളും 2 എക്സ്പ്രസ് ട്രെയിനുകളും മാത്രം. പുനലൂർ, കൊല്ലം, ഷൊർണൂർ, കോഴിക്കോട്, തൃശൂർ, ഗുരുവായൂർ പ്രതിദിന പാസഞ്ചർ വണ്ടികളും വിശാഖപട്ടണം, കൊല്ലം, ലോകമാന്യ തിലക്, കൊച്ചുവേളി എന്നീ പ്രതിവാര എക്സ്പ്രസ് ട്രെയിനുകളുമടക്കം കേരളത്തിനുള്ളത് പുതിയ 5 വണ്ടികൾ മാത്രം. ചണ്ഡീഗഡ്, കൊച്ചുവേളി, കേരള സമ്പർക്രാന്തി എക്സ്പ്രസ് ആഴ്ചയിൽ 2 മാറ്റിയതും മലയാളികൾക്ക് ഗുണം ചെയ്യും. പുതുതായി ദീർഘിപ്പിച്ച 57 ട്രെയിനുകളിൽ കേരളവുമായി ബന്ധപ്പെട്ടവ 4 ചെന്നൈ തൂത്തുക്കുടി എക്സ്പ്രസ് ഗുരുവായൂർ വരെയും, ഗുവാഹത്തി എറണാകുളം എക്സ്പ്രസ് തിരുവനന്തപുരം വരെയും, മധുര കൊല്ലം പാസഞ്ചർ പുനലൂർ വരെയും, എറണാകുളം തൃശൂർ മെമു പാലക്കാട് വരെയുമാണ് ദീർഘിപ്പിച്ചത്. തമിഴ്നാടും മറ്റു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും കാര്യമായ നേട്ടമുണ്ടാക്കിയപ്പോൾ കേരളത്തിന് മാത്രം അർഹമായ പരിഗണന ലഭിച്ചില്ല എന്ന പരിദേവനമാണ് എംപിമാർക്കുള്ളത്. ബഡ്ജറ്റ് ആകെ പരിശോധിച്ചിട്ടും കേരളത്തിനൊന്നും കാണാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. ഇപ്പോൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ ആര്യാടൻ മുഹമ്മദ് ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ചെയ്തത്. കാരണം കേരളത്തിന് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്നുള്ളത്. അതുതന്നെയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള സോൺ ഇതിൽ വന്നിട്ടില്ല. ഡൽഹിയിൽ നിന്നുള്ള പുതിയ ട്രെയിനുകളില്ല. അതുപോലെ തന്നെ കേരളത്തിന് ആവശ്യമായിട്ടുള്ള ഒട്ടേറെ ട്രെയിനുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. ആ ട്രെയിനുകൾ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഡബിളിങ്, അതുപോലെ തന്നെ ഇലക്ട്രിഫിക്കേഷൻ, ഇതുപോലുള്ള കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പതിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ട് നിരാശാജനകമായിട്ടൊരു ബഡ്ജറ്റ്. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് അനുവദിച്ച 53.97 കോടി രൂപയും ചേർത്തല ഓട്ടോകാസ്റ്റിനായി മാറ്റിവെച്ച 97 ലക്ഷം രൂപയും കഴിഞ്ഞാൽ കേരളത്തിന് എടുത്തു പറയാൻ കാര്യമായി ഒന്നുമില്ല. റെയിൽവേ ബജറ്റ് കേരളത്തെ നിരാശപ്പെടുത്തിയെന്ന് എല്ലാവരും ആരോപിക്കുമ്പോഴും മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഇക്കാര്യം നേരത്തെ അറിഞ്ഞുവെന്ന് വേണം കരുതാൻ. പാർലമെന്റിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ പ്രമോദിനൊപ്പം മുജീബ് റഹ്മാൻ, മീഡിയ 1. റെയിൽവേ ബജറ്റിനെ കുറിച്ച് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നു. ഡൽഹി സ്റ്റുഡിയോയിൽ പി കരുണാകരൻ MP ചേരുന്നു. ഒപ്പം ഡൽഹിയിൽ നിന്ന് PT തോമസ് MP, കോട്ടയം സ്റ്റുഡിയോയിൽ B രാധാകൃഷ്ണ മേനോൻ, BJP നേതാവ് B രാധാകൃഷ്ണ മേനോൻ, കോഴിക്കോട് സ്റ്റുഡിയോയിൽ CE ചാക്കുണ്ണി, വ്യവസായിയും സദേൺ റെയിൽവേ സോണൽ റെയിൽവേ യൂസേഴ്സ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗവുമായ CE ചാക്കുണ്ണിയും ചേരുന്നു. ആദ്യം PT തോമസിലേക്ക്. ശ്രീ PT തോമസ്, പല പ്രഖ്യാപനങ്ങളും കഴിഞ്ഞ 2 ബജറ്റിലും ഉണ്ടായിരുന്ന അതേ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലുമുണ്ട്. പ്രത്യേകിച്ച് റെയിൽവേയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ സർക്കാർ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുകയും ഒന്നും നടപ്പാക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെയല്ല. ചില പ്രഖ്യാപനങ്ങളൊക്കെ ആവർത്തിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുന്ന ഒട്ടേറെ പ്രഖ്യാപനങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്. ഉദാഹരണത്തിന് റെയിൽവേയുടെ സുരക്ഷതയെപ്പറ്റി, അതുപോലെ സ്ത്രീ യാത്രക്കാരുടെ സുരക്ഷിതത്വത്തെപ്പറ്റി, റെയിൽവേ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യം ഏർപ്പെടുത്തുന്നതിനെ പറ്റിയൊക്കെ കൂടുതൽ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനം ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന് റെയിൽവേയിൽ ഒന്നും കിട്ടിയില്ല എന്ന പരിവേദനം യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതല്ല. ഉദാഹരണത്തിന് പാലക്കാട് കോച്ച് ഫാക്ടറിക്ക് ഏകദേശം 60 കോടി രൂപയുടെ അടുത്ത് അനുവദിച്ചിട്ടുണ്ട്. അത്
മനഃപൂർവ്വം പലരും പറയാതിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ മൊത്തം ഏകദേശം 67ഓളം എക്സ്പ്രസ് ട്രെയിനുകൾ അനുവദിച്ചപ്പോൾ 3 എക്സ്പ്രസ് ട്രെയിനുകൾ കേരളത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. 26 പാസഞ്ചർ ട്രെയിനുകൾ ഇന്ത്യയിൽ മൊത്തമായി പുതിയതായിട്ട് അനുവദിച്ചപ്പോൾ 4 പാസഞ്ചർ ട്രെയിൻ അനുവദിച്ചിരിക്കുന്നത് കേരളത്തിനാണ്. അതുപോലെ തന്നെ 5 ട്രെയിനുകൾ അതിൻ്റെ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ദൂരം വർദ്ധിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും സുപ്രധാനമായ, പ്രത്യേകിച്ച് മലബാർ മേഖലയ്ക്കുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു പ്രഖ്യാപനം ഈ ബഡ്ജറ്റിലുണ്ട്. അത് ഷൊർണൂർ മുതൽ മാംഗ്ലൂർ വരെയുള്ള ഒരു 3ാമത്തെ പാത പരിഗണിക്കും, അതിനു വേണ്ടിയിട്ടുള്ള സർവേ ആരംഭിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വാഗൺ ഫാക്ടറിക്ക് തുക പ്രത്യേകമായി പറഞ്ഞിട്ടില്ലെങ്കിലും അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല എന്നുള്ള വസ്തുതയുണ്ട്. ഏകദേശം 1 കോടി രൂപ അതിന് മാറ്റിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പി.ടി. തോമസ് തിരിച്ചു വരാം. ഒരുപക്ഷെ പി കരുണാകരൻ MP താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? കേരളത്തെ തീരെ അവഗണിച്ചിട്ടില്ല എന്ന് P.T. തോമസ് ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം P.T. തോമസിനോട് ചോദിച്ച അതേ ചോദ്യം താങ്കളോടും ചോദിക്കുന്നു. സർക്കാർ പ്രഖ്യാപനങ്ങൾ നടത്തുകയും പിന്നീട് അത് ആവർത്തിക്കുകയും മാത്രമാണോ ചെയ്യുന്നത് ബജറ്റുകളിലൂടെ? കഴിഞ്ഞ 2 ബഡ്ജറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ 2 ബഡ്ജറ്റിലും പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങൾ തന്നെയാണ് ഭാഷയിൽ മാറ്റമുണ്ടെങ്കിലും ഈ പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളത്. സ്ത്രീകളുടെ സുരക്ഷയായാലും അതുപോലെ തന്നെ കൂടുതൽ ആളുകളെ എടുക്കുന്ന പ്രശ്നമായാലും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതായാലും ഇതൊക്കെ കഴിഞ്ഞ ബഡ്ജറ്റിൽ മമത പറഞ്ഞിരുന്നു, അതിന് മുമ്പത്തെ ബഡ്ജറ്റിൽ ലാലു പറഞ്ഞിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മീഡിയ വൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തു, എത്രത്തോളം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് നമ്മൾ പരിശോധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞു തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനുകൾ സാർവദേശീയ നിലവാരമുള്ള സ്റ്റേഷനുകളാക്കിയിട്ട് മാറ്റും. എന്ത് വന്നു? ഒന്നും നടന്നിട്ടില്ലല്ലോ. ഇപ്പോഴും ശ്രീ തോമസ് എൻ്റെ സുഹൃത്ത് പറയുന്നത് പാലക്കാട് കോച്ച് ഫാക്ടറിക്ക് 53 കോടി രൂപ നീക്കി വെച്ചു. പക്ഷെ നമ്മൾ കണ്ടത് 5000 കോടി രൂപയിലായിരുന്നു തുടങ്ങിയത്, പിന്നീട് 500 കോടി രൂപയാക്കി മാറ്റി. ആ 500 കോടിയിലാണ് 53 കോടി രൂപ. എന്ത് ചെയ്യാനാണ് കഴിയുക? എത്ര വർഷം വേണ്ടി വരും? പാലക്കാട് കോച്ച് ഫാക്ടറി റെയിൽവേ സ്വകാര്യവൽക്കരണത്തിലേക്ക് നീങ്ങുകയാണെന്ന് അങ്ങനെ അനുമാനിക്കാൻ കഴിയുമോ? അതാണോ ഇത് നൽകുന്ന സൂചന? തീർച്ചയായിട്ടും സ്വകാര്യവൽക്കരണം ശക്തമായിട്ട് നടക്കുന്നുണ്ട്. ഒറ്റ കാരണം പറയാം. ഇപ്പോൾ ഒരു 5-6 വർഷം മുമ്പ്, കാരണം ഞാൻ 14-15 ലോകസഭയിലെ റെയിൽവേ ചർച്ചകളിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ്. ഒരു 4-5 വർഷം മുമ്പ് റെയിൽവേയിലെ ആകെ അംഗസംഖ്യ 17 ലക്ഷമായിരുന്നു. ഇപ്പോഴോ മന്ത്രി തന്നെ പറഞ്ഞ 14 ലക്ഷമാണ്. എങ്ങനെയാണ് വരുന്നത്? 14 ലക്ഷമായിട്ട് വരാൻ കാരണം ഒട്ടേറെ കാര്യങ്ങൾ ഔട്ട്സോഴ്സിംഗ് ആണ്. ഒട്ടേറെ കാര്യങ്ങൾ സ്വകാര്യ മേഖലയിൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ തന്നെ ഇപ്പോൾ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനുകളുടെ ക്ലീനിങ് ആയാലും അതുപോലെ തന്നെ പുതിയ ഡെഡിക്കേറ്റഡ് കോറിഡോർ നിർമ്മിക്കൽ ഉൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ സ്വകാര്യ PPP മോഡലിലാണ് നടപ്പിലാക്കുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അത് ഈ ബഡ്ജറ്റിൽ മാത്രമല്ല, UPA ഗവൺമെൻറ് അംഗീകരിച്ച പുതിയ സാമ്പത്തിക നയം ഏതൊക്കെ മേഖലയിൽ വരുമോ അതൊക്കെ അവർ നടപ്പിലാക്കുകയാണ്. പൊതു ബഡ്ജറ്റിൽ വരുന്ന സമയത്തും കാണും. നമ്മളിപ്പോൾ സ്വകാര്യ മേഖലയോ പൊതുമേഖലയോ എന്നതിലുപരിയായിട്ട് ഇപ്പോഴും പരിശോധിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണല്ലോ. ഏറ്റവും അധികം ആൾക്ക് തൊഴിൽ കൊടുക്കേണ്ടതാണ്. ആ ഏറ്റവും അധികം ആൾക്ക് തൊഴിൽ കൊടുക്കേണ്ട റെയിൽവേ എന്തുകൊണ്ട് തൊഴിൽ കുറച്ച് വരുന്നു? സി ചാക്കുണ്ണി എങ്ങനെ കാണുന്നു ഈ റെയിൽവേ ബജറ്റിനെ? കേരളത്തെ മാത്രം അപേക്ഷിച്ച് നോക്കിയിട്ടല്ല, മൊത്തത്തിൽ ഈ റെയിൽവേ ബജറ്റ് ആധുനികവൽക്കരണത്തിന് മുൻതൂക്കമുണ്ടോ, അതോ പദ്ധതികൾ വെട്ടിച്ചുരുക്കി സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പദ്ധതികൾ വെട്ടിച്ചുരുക്കുകയാണോ ചെയ്തിരിക്കുന്നത്? ഈ ബഡ്ജറ്റിൽ കുറേ നല്ല നിർദ്ദേശങ്ങളുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ള കാര്യത്തിലേ സംശയമുള്ളൂ. സുരക്ഷയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ അവർക്ക് കൂടുതൽ കമ്പാർട്ട്മെൻറ്റുകൾ ഏർപ്പെടുന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഭക്ഷ്യവിഷബാധ ട്രെയിനിൻ്റെ എന്നൊരു ഭീഷണിയായിരുന്നു, അതിന് ലാബറട്ടറി സ്ഥാപിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആധുനികവൽക്കുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ ബഡ്ജറ്റിലുണ്ട്. അത് വളരെ നേരത്തെ വരേണ്ടതായിരുന്നു. വൈകിയാണെങ്കിലും അത്തരം നിർദ്ദേശങ്ങളൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. പൊതുവെ പറയണം. പിന്നെ 67 എക്സ്പ്രസ് ട്രെയിൻ അനുവദിച്ചു. നമുക്ക് 3 കിട്ടിയിട്ടുള്ള, അതുകൊണ്ട് ബഡ്ജറ്റ് മോശം എന്ന് പറയാൻ തയ്യാറില്ല. കാരണം കഴിഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ലഭിച്ചത് 2 ട്രെയിനുകളാണ്. ആ 2 ട്രെയിനും ഇതുവരെ ഓടിയിട്ടില്ല. അതിന് മുമ്പത്തെ വർഷം 12 ട്രെയിൻ കിട്ടി ഈ സഹമതിയായ കാലത്ത്. ശ്രീ ചാക്കുണ്ണി, നമുക്ക് ലഭിക്കുന്ന ട്രെയിനുകളുടെ എണ്ണത്തിൽ മാത്രമാണോ കാര്യം? അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമല്ലേ? അടിസ്ഥാന സൗകര്യത്തിൽ നമ്മൾ കേരളം വളരെ പുറകിൽ. അതുകൊണ്ടാണ് നമുക്ക് പുതിയ ട്രെയിനുകൾ അനുവദിച്ച ട്രെയിനുകൾ ഓടിക്കാൻ കഴിയാത്തത്. ഇവിടുത്തെ ജനങ്ങളുടെ മനോഭാവം മാറണം, സർക്കാരിൻ്റെ മനോഭാവം മാറണം.
ഇവിടെ നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ ഒരു ഏകോപനമില്ല എന്നുള്ള വളരെ വസ്തുത. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോട്ടയത്ത് ബി രാധാകൃഷ്ണ മേനോൻ BJP പ്രതിനിധിയുണ്ട്. രാധാകൃഷ്ണ മേനോൻ, എങ്ങനെ കാണുന്നു ഈ ബജറ്റിനെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ കാര്യം കൂടി പരിഗണിക്കുമ്പോൾ? കേരളത്തിൻ്റെ കാര്യം പരിഗണിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അവഗണന നേരിടുന്ന ഒരു റെയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടു എന്ന് പറയേണ്ടി വരും. ഇത് പറയുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന ഒരു കാലഘട്ടമില്ല. കോൺഗ്രസിൻ്റെ 8 മന്ത്രിമാരും ലീഗിൻ്റെ മുൻ റെയിൽവേ മന്ത്രി അടക്കമുള്ള ആളുകൾ, കേരള കോൺഗ്രസിൻ്റെ കേന്ദ്രമന്ത്രിയാകാൻ തയ്യാറെടുത്തിരിക്കുന്ന MP-മാർ, ഇവരെല്ലാം പിന്തുണയ്ക്കുന്ന സർക്കാർ, ആ സർക്കാർ കേരളത്തിന് വേണ്ടി എന്ത് നൽകി എന്ന് പരിശോധിക്കുന്ന സമയത്ത് ശരിയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ട്രെയിൻ നൽകിയാൽ ഓടാനുള്ള സംവിധാനമില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നൽകിയ ട്രെയിനുകൾ ഓടിയിട്ടില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ വികസന കാര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ചതൊന്നും നടന്നിട്ടില്ല. ഈ പ്രാവശ്യം ആ പ്രഖ്യാപനത്തിൻ്റെ തുടർ പ്രഖ്യാപനങ്ങൾ ഒട്ടില്ലതാനും. ഇപ്പോൾ ഉദാഹരണത്തിന് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ അപ്ഗ്രേഡ് ചെയ്യുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു. ഈ ബഡ്ജറ്റിൽ അതേക്കുറിച്ചുള്ള പരാമർശമേ ഇല്ല. ശബരി റെയിൽപാതയെ സംബന്ധിച്ച ഒരു പരാമർശവുമില്ല. വലിയ ഒരു പ്രോജക്റ്റ്, ദശാബ്ദങ്ങൾക്ക് മുമ്പ് ജനങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷയുമായി കൊണ്ടുവന്ന പ്രോജക്റ്റ് സമ്പൂർണ്ണമായി ഉപേക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ കഞ്ചിക്കോട് ഫാക്ടറി അനുവദിക്കുന്നത് സംബന്ധിച്ച് അതിൻ്റെ ഗതിയും നമുക്ക് ഇപ്പോൾ വ്യക്തമായി. വളരെ ചെറിയ ഒരു തുക മാറ്റിവെച്ചു. ഒരു ഫാക്ടറിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഫാക്ടറി റെയിൽവേയുടെ യാത്രയുമായി ബന്ധപ്പെട്ട വികസനത്തിൽ വലിയ കാര്യമൊന്നുമില്ല. ശ്രീ രാധാകൃഷ്ണ മേനോൻ, കേരളത്തിന് എന്ത് ലഭിച്ചു എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്രോപ്പറായ ഒരു പ്രീ ബജറ്റ് വർക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ വേണമോ കരുതാൻ? തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വളരെ മുൻകൂട്ടി ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടാനുള്ള പണി അവരാരും ചെയ്തിട്ടില്ല എന്ന് വേണം നാം കണക്കാക്കാൻ. മാത്രമല്ല കേരളത്തിന് ഇത്രയേറെ അനുകൂല സാഹചര്യമുള്ള, കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ റെയിൽ മന്ത്രി ദേശീയ പാർട്ടിയുടെ പ്രതിനിധിയാണിപ്പോൾ. കഴിഞ്ഞ കാലങ്ങളിൽ പലപ്പോഴും ബീഹാറിൻ്റെ താല്പര്യവും ബംഗാളിൻ്റെ താല്പര്യവും ഒക്കെ പരിഗണിക്കുന്ന സമീപനമുണ്ടായിരുന്നു. ഇപ്പോൾ അതല്ല. ദേശീയ വീക്ഷണത്തോടു കൂടി കേരളത്തെ അടക്കമുള്ള പ്രദേശങ്ങളെ പരിഗണിക്കേണ്ട മന്ത്രിയാണ് അവതരിപ്പിച്ചത്. പക്ഷേ ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, ആ പരിഗണന ലഭിച്ചിട്ടില്ല. എല്ലാവരും കരുണാകരൻ, ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു പ്രശ്നം ട്രെയിനുകൾ അനുവദിക്കുന്നതോ അല്ലെങ്കിൽ പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്നതോ പാസഞ്ചർ ട്രെയിനുകൾ അനുവദിക്കുന്നതോ അത് മാറ്റി നിർത്തിയാൽ കേരളത്തിന്റെ മൊത്തം ആവശ്യം അടിസ്ഥാന സൗകര്യ മേഖലയിൽ റെയിൽവേ വികസനം എന്ന അജണ്ട മുൻനിർത്തി ഏകോപിപ്പിച്ച ഒരു പദ്ധതി തയ്യാറാക്കി, അല്ലെങ്കിൽ വളരെ ഏകോപനത്തോടുകൂടി ഒരു പദ്ധതി തയ്യാറാക്കി കേന്ദ്ര സർക്കാരിനെ, കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ സമീപിക്കാൻ സംസ്ഥാനത്തിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ജനപ്രതിനിധികൾ അത്തരത്തിൽ യോജിച്ച് പ്രവർത്തിക്കുന്നില്ല എന്ന ഒരവസ്ഥയില്ലേ? തീർച്ചയായിട്ടും ശരിയായിട്ടുള്ളൊരു വിമർശനമാണത്. കാരണം ഈ പ്രാവശ്യം റെയിൽവേയും കേരള ഗവൺമെൻറ്റും ചേർന്ന് MP-മാരുടെ യോഗം വിളിച്ചു ചേർത്തത് മറ്റെല്ലാ സംസ്ഥാനങ്ങളും അവരുടെ ആവശ്യങ്ങൾ റെയിൽവേ അറിയിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്. ടൈം ടേബിൾ കമ്മിറ്റി ഗോവയിൽ നടന്നതിന് ശേഷമാണ് തിരുവനന്തപുരത്ത് റെയിൽവേയുടെ GM വന്നിട്ട് യോഗം വിളിക്കുന്നത്. അന്ന് എല്ലാ MP-മാരും പറഞ്ഞു, എന്തിനാണ് യോഗം വിളിക്കുന്നത്, എന്താ ഇതിൻ്റെ ആവശ്യം? ഞങ്ങൾ ചോദിച്ചു, എത്ര വണ്ടിയാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്തിട്ട് അവർക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം കേരളത്തിൻ്റെതായിട്ടുള്ള പൊതുവായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടില്ല. നേരത്തെ 2-3 മാസം മുമ്പ് MP-മാരുടേതായിട്ട് നിർദ്ദേശങ്ങളും കാര്യങ്ങളും നൽകിയതിന് ശരിയാണ് ഗവൺമെൻറ്. പക്ഷെ അതിലുപരിയായിട്ട് ബഡ്ജറ്റ് അവതരണത്തിന് തൊട്ട് മുമ്പ് എല്ലാ രാഷ്ട്രീയക്കാരും ചേർന്നുകൊണ്ട് എല്ലാ MP-മാരും മന്ത്രിമാരും ചേർന്ന്, അല്ലെ മന്ത്രിമാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എന്നുള്ളത് നേരത്തെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്. അതിൻ്റെ ഭാഗം തന്നെയാണ് 21-ാം തീയതി പാർലമെൻറ്റ് ചേരുമ്പോൾ 19-ാം തീയതി MP-മാരുടെ യോഗം വിളിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ ആദ്യമായി നടക്കുന്ന ഒരു സംഗതിയല്ല. മുൻപ് ഇടതുപക്ഷ സർക്കാർ ഭരിച്ചിരുന്ന കാലത്തും റെയിൽവേ ബജറ്റ് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ MP-മാരുടെ യോഗം വിളിക്കാൻ വൈകിയിരുന്നു. ഇത് ആവർത്തിക്കുകയാണ്. MP-മാരുടെ യോഗം വിളിക്കാൻ വൈകുന്നു. പ്രീ ബജറ്റ് പ്രിപ്പറേഷൻ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും MP-മാരുടെ ഭാഗത്തു നിന്നായാലും പ്രീ ബജറ്റ് പ്രിപ്പറേഷൻ വൈകിപ്പോകുന്നു. ഈ വൈകൽ ഉണ്ടായതിനു ശേഷം ബജറ്റ് വന്നതിന് ശേഷം വൈകൽ ഉണ്ടാവുകയും ബജറ്റ് വന്നതിന് ശേഷം അവഗണിച്ചു എന്ന് വിലപിക്കുകയും ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അല്ല, അത് ശരിയല്ല. സംസ്ഥാന ഗവൺമെൻറ്റോ MP-മാരോ കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ
ഈ റെയിൽവേ മന്ത്രിയെയോ പ്രധാനമന്ത്രിയെയോ അറിയിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അറിയിക്കുകയും ഇപ്പോൾ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗമാണ് ഞാൻ. കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗം എന്ന നിലയിൽ ഞങ്ങൾ അവിടെ അവതരിപ്പിച്ച അതേ കാര്യങ്ങൾ റെയിൽവേ മന്ത്രി പങ്കെടുത്ത യോഗത്തിൽ തന്നെ നമ്മൾ അവതരിപ്പിച്ചിരുന്നു. പക്ഷെ അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, നിങ്ങൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഇപ്പോൾ LDF ഗവൺമെൻറ്റുള്ള സമയത്ത് UDF ഉള്ള ഞാൻ ഈ രണ്ട് സമയത്തും ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൊടുത്താൽ പോലും അവസാന ഘട്ടത്തിൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് എന്ന് പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി കൊടുത്ത് അംഗീകരിപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനൊന്ന് ഓർക്കുകയാണ്, അന്ന് മുഖ്യമന്ത്രി VS ആയിരുന്നു, അതുപോലെ തന്നെ മറ്റാൾക്കാർ ഞങ്ങൾ ലാസ്റ്റിൽ പോയിട്ട് കൊടുത്ത ആ ലിസ്റ്റ് അത് പൂർണ്ണമായിട്ട് അത് അംഗീകരിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒട്ടേറെ പുതിയ ലൈനുകളും കാര്യങ്ങളും വന്നിട്ടുള്ളത്. പക്ഷെ അത്തരം ഒരു കാര്യം ചെയ്തു എന്നാണ് ഇതിന്റെ പ്രായോഗികത. ഇന്ന് ഈ ബജറ്റിൽ അവതരിപ്പിച്ച പല കാര്യങ്ങളുടെയും പ്രായോഗികതയെക്കുറിച്ച് താങ്കൾക്ക് സംശയമുണ്ടെന്ന് നേരത്തെ പറയുകയുണ്ടായി. അതിൽ ഒരു കാര്യം ഈ ചരക്കുകൂലി വർധന, അത് നമ്മളിപ്പോൾ നിലവിലുള്ള നമ്മുടെ സാമ്പത്തിക അവസ്ഥയിൽ ഈ ചരക്കുകൂലി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു നല്ല സാമ്പത്തിക നീക്കമായിട്ട് കാണാൻ കഴിയുമോ അതിനെ? പ്രത്യേകിച്ച് ഈ വിലവർധനവിൽ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഈ അവസരത്തിൽ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഈ ചരക്കുകൂലി വർധന ഏറ്റവും കൂടുതൽ ബാധിക്കുക കേരള ജനതകളെ. 5% ചരക്കുകൂലി വർദ്ധിച്ചാൽ ഞാനൊരു വ്യാപാരിയാണ്, വ്യാപാരികൾ 5% വർദ്ധിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ ചരക്കുകൂലി വർധന മാത്രമല്ലാതെ ഡീസൽ വിലയ്ക്ക് ആനുപാതികമായി മാറ്റും. അതിനൊരു റെഗുലേറ്റർ കമ്മിറ്റിയെ നിയന്ത്രിക്കുമെന്ന് വരുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഡീസലിൻ്റെ വില വർധന വരുന്നത്, ഡീസലിൻ്റെ നിയന്ത്രണം എടുത്തിടുന്നതോടെ ആഴ്ചയിൽ ഡീസലിൻ്റെ വില കൂടുക. അതുപോലെ ഈ ചരക്കുകൂലിയും വർദ്ധിക്കുന്നുള്ള ആശങ്ക യാത്രക്കാർക്കും ജനങ്ങൾക്കും ഉപഭോക്താക്കൾക്കും ഉണ്ട്. അപ്പോൾ വരുന്ന സാമ്പത്തിക വർഷം 5% താഴെ ആയിരിക്കും ഡീസൽ ചരക്കുകൂലിയിൽ വർധന എന്ന് പറയുന്നത് പ്രായോഗികമല്ലാത്ത ഒരു കാര്യമാണ്. പ്രായോഗികമല്ല, മാത്രമല്ല ഇത് വളരെ അപകടകരമായ ഒരു നീക്കമാണ്. റെഗുലേറ്റർ കമ്മിറ്റി ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ഓരോ പ്രാവശ്യം ഡീസൽ വില വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് ചരക്കുകൂലി വർദ്ധിപ്പിക്കുമ്പോൾ അത് താങ്ങാൻ ജനങ്ങൾക്ക് കഴിയില്ല. അത് മറ്റ് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നമ്മൾ അയൽ സംസ്ഥാനങ്ങളെയും അന്യ സംസ്ഥാനങ്ങളെയും ആശ്രയിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാവും. ഇപ്പം തന്നെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. ബി രാധാകൃഷ്ണ മേനോനിലേക്ക് ഒരിക്കൽ കൂടി. രാധാകൃഷ്ണ മേനോൻ, കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് 53.92 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അത് കാണാതിരിക്കാമോ? കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുടെ പ്രവർത്തനം ഇനിയും ആരംഭിച്ചിട്ടില്ല. തുടക്കം എന്നുള്ള നിലയിൽ ബജറ്റിൽ ഇത്രയും തുക അനുവദിച്ചാൽ മതിയാകില്ലേ? അല്ല, കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയെ സംബന്ധിച്ച സജഷൻ വരുന്ന അതേ സമയത്ത് തന്നെ റായ്ബറേലിയിലും കോച്ച് ഫാക്ടറി സംബന്ധിച്ച സജഷൻ വന്നിരുന്നു. ഇപ്പോൾ അവിടെ അത് യാഥാർത്ഥ്യമായി എന്ന് മാത്രമല്ല, ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് തന്നെ റായ്ബറേലിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ബഡ്ജറ്റാണ് എന്ന നിലയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കഞ്ചിക്കോട് ഫാക്ടറി എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകാൻ ഇനിയും ഈ ഒരവസ്ഥയിൽ എത്ര കാലം പിടിക്കും എന്നറിയില്ല. അടിസ്ഥാന പ്രശ്നം റെയിൽവേയുടെ ഒരു സോണിൻ്റെ പ്രശ്നമാണ്. കാരണം റെയിൽവേ സോൺ എന്ന നിലയിൽ ശ്രീമാൻ O രാജഗോപാൽ കേന്ദ്ര മന്ത്രിയായിരുന്ന കാലഘട്ടം മുതൽ കേരളത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ള ഫണ്ട്, ആ ഫണ്ട് സമ്പൂർണ്ണമായി ഇവിടെ വിനിയോഗിക്കാൻ സാധിക്കാതെ വരുന്നത് കേരളത്തിന് വേണ്ടിയുള്ള ഒരു സോണില്ല എന്നതുകൊണ്ടാണ്. കാരണം ആ സോണിൻ്റെ അഭാവത്തിൽ ഇവിടെ അനുവദിക്കുന്ന ഫണ്ട് മറ്റ് പ്രദേശങ്ങളിലേക്ക് വകമാറ്റി ചെലവഴിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേകമായി അവിടെ ഉപയോഗപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്നു. ഇതിന് തുടർച്ചയില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം പോലും ഇത്രയേറെ കേന്ദ്രമന്ത്രിമാരുള്ള ഒരു കാലഘട്ടത്തിൽ പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ന് സാധിക്കും എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ അങ്ങേയറ്റം ഉത്കണ്ഠപ്പെടുത്തുന്ന വസ്തുതയാണ്. ഇതിലെല്ലാം ഉപരി ഭാരതീയ ജനതാ പാർട്ടിയും NDAയും നേതൃത്വം കൊടുത്ത ഗവൺമെൻറ് അന്ന് കേരളത്തിൽ നിന്ന് പ്രത്യേകം MP മാരുണ്ടായിട്ടല്ല കേരളത്തെ പരിഗണിച്ചത്. പക്ഷേ ഇന്ന് ഇടതും വലതുമായി നിൽക്കുന്നവരൊക്കെ UPAയെ സംബന്ധിച്ച് അവരൊരു ഭാഗത്ത് തന്നെയാണ്. പരിഗണിക്കുന്ന കാര്യം പറയുമ്പോൾ ഡൽഹിക്ക് 100 കോടി, ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനുകൾക്ക് 100 കോടിയാണ് അനുവദിച്ചിരിക്കുന്നത്. തലസ്ഥാനം മാത്രമായി മാറുന്നുണ്ടോ സർക്കാരിന്റെ പ്രയോറിറ്റി? ഇപ്രാവശ്യത്തെ അവരുടെ പ്രയോറിറ്റി വടക്കൻ മേഖലകളിൽ, പ്രത്യേകിച്ച് ഡൽഹി അല്ലെങ്കിൽ UP ഇങ്ങനെയുള്ള കുറേ മേഖലകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു 20 രാഷ്ട്രീയ പാർട്ടികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് 19 രാഷ്ട്രീയ പാർട്ടികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ഒരു മുന്നണി എന്ന നിലയിൽ NDA ഭരിച്ചപ്പോൾ ഈ ഭാരതത്തിലെ എല്ലാ പ്രദേശത്തെയും ഒരുപോലെ കണ്ടുകൊണ്ടുള്ള വികസനമാണ് നടപ്പാക്കിയത്. അതുകൊണ്ടാണ് അന്ന് കേരളത്തെ പരിഗണിച്ചത്. പക്ഷേ ഇന്ന് കോൺഗ്രസിൻ്റെ നേരിട്ടുള്ള ഒരു റെയിൽ ബഡ്ജറ്റ്, കോൺഗ്രസ് മന്ത്രി അവതരിപ്പിക്കുന്ന റെയിൽ ബഡ്ജറ്റ് വന്നിട്ടും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത്
ഈ 8-9 മന്ത്രിമാരുള്ള കേന്ദ്രമന്ത്രിമാരുള്ള പി കരുണാകരനിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ പി കരുണാകരൻ, ഭൂപ്ദേവ്പൂർ റായ്ഗഡ് പുതിയ പാതയ്ക്ക് നിർദ്ദേശമുണ്ട് ബജറ്റിൽ. അത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോടുകൂടി നടപ്പാക്കും എന്ന് മന്ത്രി പറയുന്നു. ഒപ്പം ഒരു ഡബിളിംഗ് പ്രോജക്റ്റ്, ഒരു പാത ഇരട്ടിപ്പിക്കൽ പദ്ധതി PPP-യിൽ നടപ്പാക്കും എന്ന് പറയുന്നു. കഴിഞ്ഞ ബജറ്റിൽ സ്റ്റേഷനുകളുടെ നിർമ്മാണം PPP വഴി നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വ്യാപകമാക്കുന്നു. 5 വർഷം കൊണ്ട് 1 ലക്ഷം കോടി രൂപ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ പദ്ധതികൾക്കായി സമാഹരിക്കും എന്ന് പറയുന്നു. സ്വകാര്യവൽക്കരണത്തിലേക്ക് വേഗത്തിൽ നീങ്ങുന്നു എന്ന് തന്നെ കരുതണ്ടേ? തീർച്ചയായിട്ടും കഴിഞ്ഞ ബഡ്ജറ്റ് മുതൽ സ്വകാര്യവൽക്കരണം വളരെ ശക്തമായി നടപ്പിലാക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇപ്പോൾ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് അംഗീകരിച്ച ആഗോളവൽക്കരണ നയം, അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വകാര്യവൽക്കരണം ഇന്ന് വളരെ ശക്തമായിട്ട് നടക്കുന്ന ഒരു മേഖലയായിട്ട് റെയിൽവേ മാറുക. ഇവിടെ ഞാൻ ശക്തമായിട്ട് എതിർക്കാൻ കാരണം, ഈ റെയിൽവേ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മതേതരത്വത്തിൻ്റെ ഒരു പ്രതീകമാണ്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ദിവസേന ലക്ഷക്കണക്കിന് ആളുകൾ ജാതിയോ മതമോ ഭാഷയോ പ്രദേശമോ നോക്കാതെ സഞ്ചരിക്കുന്ന ഒന്നാണ്. ലക്ഷക്കണക്കിന് ആൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ്. അത് രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഒരു ഭാഗം കൂടിയായിട്ട് റെയിൽവേ കാണാൻ വേണ്ടി കഴിയണം. അപ്പോൾ കേരളം കമേഴ്ഷ്യലായിട്ട് മാത്രമല്ല, ഒരു സോഷ്യൽ ഒബ്ലിഗേഷൻ എന്ന നിലയിൽ തന്നെ ജനങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ യാത്ര ചെയ്യാനുള്ള സംവിധാനവും കാര്യങ്ങളും ഉണ്ടാവണം. അതിനർത്ഥം റെയിൽവേ നഷ്ടത്തിലേക്ക് പോകണം എന്നുള്ളതല്ല. പക്ഷെ ഇവിടെ ആ സോഷ്യൽ ഒബ്ലിഗേഷൻ മാറ്റി അതിനു പകരം സ്വകാര്യവൽക്കരണം അതുമാത്രമാണ് പോംവഴി എന്ന നിലയിലേക്കാണ് ഗവൺമെൻറ് ചിന്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച കഴിഞ്ഞ ബഡ്ജറ്റിലും ഇപ്പോഴത്തെ ബഡ്ജറ്റിലും ഈ PPP മോഡൽ നടപ്പിലാക്കുക എന്നതിന്. ഇപ്പോൾ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ സാർവദേശീയ നിലവാരമുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. എല്ലാം തന്നെ സ്വകാര്യ പങ്കാളിത്തം എന്ന നിലയിലേക്ക് റെയിൽവേയെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത നഷ്ടപ്പെടുത്തുന്ന നിലയിലേക്ക് റെയിൽവേ എത്തിച്ചേരുക എന്ന നിലയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് സ്വകാര്യവൽക്കരണത്തെ ശക്തമായിട്ട് തന്നെ ഞങ്ങൾ എതിർക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നിക്കൊണ്ടുള്ള പരിപാടികൾക്കാണോ ഇന്ത്യൻ റെയിൽവേയിൽ രൂപവൽക്കരണം നടക്കുന്നത് എന്ന പ്രസക്തമായ ചോദ്യം ഉന്നയിക്കുകയാണ് പി കരുണാകരൻ. ഒപ്പം ഇന്ധന വില വർധനയ്ക്കനുസരിച്ച് ചരക്കു കടത്ത് കൂലി വർദ്ധിപ്പിക്കുമ്പോൾ അത് സാധാരണ ഉപഭോക്താക്കളിൽ ഉണ്ടാക്കാനിടയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് CE ചാക്കുണ്ണി ചൂണ്ടിക്കാണിക്കുന്നു. വളരെ നന്ദി പി കരുണാകരൻ, ഒപ്പം PT തോമസ്, CE ചാക്കുണ്ണി, B രാധാകൃഷ്ണ മേനോൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി വിഷയത്തിൽ ചർച്ചയല്ല നടപടിയാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്ന് നടന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന് റെയിൽവേ ബജറ്റിൽ കാര്യമായി ഒന്നും കിട്ടിയിട്ടില്ലെന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ സംസ്ഥാനം ചോദിക്കാത്തത് കൊണ്ടല്ല ഇത് സംഭവിച്ചത്. പുതിയ കേന്ദ്ര റെയിൽവേ മന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം പലതവണ അദ്ദേഹത്തെ കാണുകയും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ കാലത്തെ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കിയാൽ നമ്മൾ തൃപ്തരാണ്. അപ്പം അതിന് ഉള്ള നടപടികൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട്. ഞങ്ങൾ അത് തുടർന്നും ഉന്നയിക്കും. അത് നമുക്ക് അവകാശപ്പെട്ടതാ, ഒരിക്കൽ തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചതാ. അത് നിർബന്ധമായിട്ടും വേണം എന്നുള്ള നിലപാടാണുള്ളത്. റെയിൽവേ ബജറ്റിനോട് സംസ്ഥാനം ഇങ്ങനെ, കാരണം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കാശ് കൊടുത്ത് ട്രെയിൻ യാത്ര ചെയ്യാറുണ്ടെന്നാണ് കേട്ടറിവ്. ഈ വിധത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് ജനങ്ങളോട് വഞ്ചനാപരമായിട്ടുള്ള നിലപാടിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കാശ് കൊടുക്കാൻ ട്രെയിൻ കയറുന്ന മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ഉള്ള സ്വഭാവത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്നാണ് പറയാനുള്ളത്. പാലക്കാടിന് വേണ്ടി എന്തെങ്കിലും റെയിൽവേ കോച്ച് ഫാക്ടറിയോ ഈ റെയിൽവേയിലുള്ള വണ്ടികളെ പറ്റി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കേരളത്തിലേക്ക് പുതിയ ട്രെയിനുകൾ ഒന്നും അനുവദിച്ചിട്ടില്ല. ചെറിയ ചില നീട്ടലുകൾ അല്ലാതെ ഒരു പുതിയ ട്രെയിനുകളും അനുവദിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സജ്ജീകരണം, ഒരു ചെറിയ പാസഞ്ചർ ട്രെയിൻ പോലും ആവശ്യം നേരത്തെ ഞങ്ങൾക്ക് ലഭ്യമല്ല. ഈ പ്രാവശ്യവും മലയാളികൾക്ക് അല്ലെങ്കിൽ കേരളത്തിന് ഒരു ബിഗ് സീറോ തന്നെയാണ്. ബജറ്റിനോട് ജനം ഇങ്ങനെയാണ് പ്രതികരിച്ചതെങ്കിൽ സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ ട്രെയിൻ തടയൽ ഉൾപ്പെടെയുള്ള പ്രതിഷേധവുമുണ്ടായി. കൊല്ലം, തൃശൂർ, കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും തീവണ്ടികൾ തടഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. സ്പെഷ്യൽ എഡിഷൻ ഒരു ഇടവേളയിലേക്ക് പോകും.